മധ്യകേരളത്തിലെ വാർത്തകളുടെ വിശദാംശങ്ങളുമായി നിതിൻ അംബുജനുണ്ട്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ആരംഭിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. അപ്പം SIT-ക്കൊപ്പം ED കൂടി എത്തുമ്പോൾ എന്തായിരിക്കും ഈ കേസിൽ ഇനി നിർണായകമായി ഉണ്ടാകാൻ പോകുന്ന മാറ്റം? പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി അപേക്ഷ നൽകുമോ ഉടൻ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും കേസിൽ ED കൂടി കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ED ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം സ്ഥിരീകരിച്ച് ECI രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. PMLA പ്രകാരമാണ് കേസെടുത്ത്. സ്വാഭാവികം PMLA പ്രകാരം കേസെടുത്ത ഒരു സാഹചര്യത്തിൽ പ്രതികളുടെ എല്ലാം തന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും സാമ്പത്തിക ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. അതിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി, കൂടാതെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായുള്ള ഗോവർദ്ധൻ, ഇരുവരും തമ്മിലുള്ള ഈ മൂന്നുപേരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് ആദ്യഘട്ടത്തിൽ ED അന്വേഷിക്കുക. അതിന്റെ രേഖകളാകും പരിശോധിക്കുക. അതിനുശേഷമാകും ഒരു തുടർ നടപടിയിലേക്ക് പോവുക. കള്ളപ്പണ തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. SIT-യുടെ പട്ടികയിലുള്ള പ്രതികളെല്ലാം ഈ ED കേസിലും പ്രതികളായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യേണ്ട നടപടിയിലേക്ക് പോകും. അതിനായി വൈകാതെ തന്നെ ഒരു കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യതയുള്ളത്. ആ ഒരു നിലയിലുള്ള നടപടി ഏതായാലും ED-യുടെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാകും. മാത്രമല്ല, ഈ കേസിൽ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ആരൊക്കെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, സ്വാഭാവികമായിട്ടും ഇവരൊക്കെ തന്നെ ED-യുടെ നിഴലിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ED ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഈ മൂന്ന് പേരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാകും പ്രധാനമായും ആദ്യം അന്വേഷിക്കുക. ഇതിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന നിലയിൽ തന്നെയാണ് ED ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കള്ളപ്പണം എവിടെ നിന്ന് ആർക്കൊക്കെ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളിലുള്ള അന്വേഷണമായി മുന്നോട്ട് പോകും. എന്തായാലും വൈകാതെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ED ചോദ്യം ചെയ്യും. അതിനായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് ED-യുടെ നീക്കം. ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന്, മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളുമായി ചേർന്നത് നിതിൻ അംബുജനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.